ഗ്രിപ്പ് സ്ട്രെങ്തിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമോ? നമ്മുടെ ആരോഗ്യവും ആയുസ്സും, അതായത് ലോഞ്ചിവിറ്റി, എത്ര കാലം നമ്മൾ ജീവിച്ചിരിക്കുന്നു എന്നുള്ള നമ്മുടെ ലോഞ്ചിവിറ്റി ഈ ഗ്രിപ്പ് സ്ട്രെങ്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. പുതിയ പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ളതാണ്. ഒരു വ്യക്തിയുടെ ഗ്രിപ്പ് സ്ട്രെങ്ത് മനസ്സിലാക്കുന്ന വരെ അയാളുടെ സ്ട്രെങ്ത്, അയാളുടെ ഫ്ലെക്സിബിലിറ്റി, മൊബിലിറ്റി, അയാളുടെ ഏജിങ്, ഇതെല്ലാം കണക്കാക്കാൻ പറ്റും എന്നാണ് പഠനങ്ങൾ ഇപ്പോൾ തെളിയിക്കുന്നത്. നമ്മുടെ ഗ്രിപ്പ് സ്ട്രെങ്ത് മെഷർ ചെയ്യാനായിട്ട് ഹാൻഡ് ഡൈനാമോമീറ്റർ എന്ന് പറഞ്ഞൊരു എക്യുപ്മെന്റ് ഉണ്ട്. അതിനകത്ത് നമ്മൾ ഗ്രിപ്പ് സ്ട്രെങ്ത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്ത്രീകളെ സംബന്ധിച്ചോളം 25-ന് മുകളിൽ അതിന്റെ റീഡിംഗ് നിന്നാൽ എക്സലന്റ് ആണ്. പുരുഷന്മാരെ സംബന്ധിച്ചോളം 45-ന് മുകളിൽ നിന്നാൽ എക്സലന്റ് ആണ്. അതിന് താഴെയുള്ളവർ ശ്രദ്ധിക്കുക, ഗ്രിപ്പ് സ്ട്രെങ്ത് കൂട്ടാനുള്ള വർക്കൗട്ടുകളും കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. പ്രത്യേകിച്ച് നമ്മൾ ഏജ്ഡ് ആവുന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് സാധനങ്ങൾ താഴെ പോകാനും നമ്മൾ എവിടെയെങ്കിലും പിടിച്ചാലും പിടികിട്ടാതെ വീഴാനുള്ള ചാൻസുകൾ വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഗ്രിപ്പ് സ്ട്രെങ്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ വീട്ടിലെ പ്രായമായ അമ്മമാരോ അച്ഛന്മാരോ ഒക്കെ ഉണ്ടെങ്കിൽ അവരെ നമുക്ക് ഗ്രിപ്പ് സ്ട്രെങ്ത് ബെറ്റർ ആക്കാൻ വേണ്ടി കുറച്ച് എക്സസൈസ് നമുക്ക് ചെയ്യിക്കാവുന്നതാണ്. ഒരു ടേബിളിൽ ഒരു തുണി വിരിച്ചിട്ട് ഒരു സൈഡിൽ ചെറിയൊരു കല്ല്, ചെറിയൊരു വെയിറ്റുള്ളൊരു വസ്തു വെച്ചിട്ട് ആ തുണി പയ്യെ അവർ കൈ കൊണ്ട് പയ്യെ മടക്കി ചുരുട്ടി കൊണ്ടുവരണം. അങ്ങനെയുള്ള വർക്കൗട്ട് ചെയ്യിച്ച് അവരുടെ ഗ്രിപ്പ് സ്ട്രെങ്ത് നമുക്ക് ബെറ്റർ ആക്കാവുന്നതാണ്. അങ്ങനെ നമുക്ക് പ്രായമുള്ള ആൾക്കാർക്ക് ഗ്രാജുവലായിട്ട് ഗ്രിപ്പ് സ്ട്രെങ്ത് കൂടുന്ന വർക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ അവരുടെ ആ ക്വാളിറ്റി ഓഫ് ലൈഫ് കുറച്ചും കൂടെ നമുക്ക് ബെറ്റർ ആക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അപ്പം ഇങ്ങനെയുള്ള ഫിറ്റ്നസ് ടിപ്സുകൾ കിട്ടാനായിട്ട് ഈ പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.